ഹലോ ഫ്രണ്ട്സ്, പവേഴ്സ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തുലിപ്സ് ഗാർഡനിലേക്ക് കാണാൻ പോവാണ്. പോണ വഴിക്ക് കണ്ടതാണിത്. ഇതൊരു റാപ്സീഡ് ഓയിൽ ഫീൽഡാണ്. ഇതിൻ്റെ സീഡിൽ നിന്നാണ് ഈ റാപ്സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അസ്തയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പൂക്കളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ മാറി. കാരണം എൻ്റെ മോളുടെ കാലൊക്കെ ചെറുതായിട്ട് ചൊറിയാൻ തുടങ്ങി. അപ്പോഴാണ് വെറുതെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഹൈ എമൗണ്ടിൽ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആസ്മ അങ്ങനെ കൊള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇതുകൊണ്ട് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കാണാനുള്ള ഭംഗി നമുക്ക് അകലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അധികം ഫോട്ടോ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. കാണാവുന്ന ഭംഗിയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ പൂവിൻ്റെ പൊടിക്കൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കാപ്പി കുടിച്ച് ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂറോളം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്രയുണ്ട് തുലിപ്പ് ഗാർഡനിലേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര തുടരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങൾ ഈ 2 കുതിരകളോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ നീങ്ങി. അങ്ങനെ ദീർഘദൂരത്തെ ഡ്രൈവിങ്ങിന് ശേഷം ഞങ്ങൾ നോഫോക്ക് തുലിപ്പ് ഗാർഡനിലെത്തി. 7:50 ടിക്കറ്റ്. ടിക്കറ്റ് ഓപ്പൺ ആയ ദിവസം തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി ഞങ്ങൾ എടുത്തു. കാരണം 4 മണിക്കൂർ കൊണ്ട് തന്നെ 2 ആഴ്ചത്തോളം ടിക്കറ്റ് സോൾഡ് ഔട്ടായി. അപ്പോൾ അത്രയും തിരക്കായിരുന്നു ഇവിടേക്ക് വരാനായിട്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം നോക്കിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ചെന്നു. 45 മിനിറ്റാണ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ നമ്മളെ ആരും ഇറക്കി വിടണമെന്നില്ല. കാലത്ത് കയറിയിട്ട് വേണമെങ്കിൽ വൈകിട്ട് വരെ നമുക്കിവിടെ നിൽക്കാം. പക്ഷേ നമുക്കൊരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പണിയെടുക്കാനുള്ള പരിപാടിയിൽ തുടങ്ങി. ക്യാമറകളൊക്കെ റെഡിയാക്കി ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി. ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലും ഇടാനുള്ള റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നൊരു വ്ളോഗ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്തേക്കാം, ചെറിയൊരു വ്ളോഗ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചെടുത്തത്. ഇവർ സെയിലിനുള്ള തുലിപ്സ് അല്ല, ഇങ്ങനെ ആൾക്കാർക്ക് വിസിറ്റിങ്ങിനും ഇതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് മാത്രം വളർത്തുന്ന ഒരു തുലിപ്പ് ഗാർഡനാണിത്. നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തുലിപ്സാണ്. നല്ല ഭംഗിയാണ്. ഒരുപാട് ഫോട്ടോഷൂട്ടുകളുണ്ട്. ചൈനീസുകാരുണ്ട്, ചൈനക്കാർ, അതുപോലെ മലയാളികൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലണ്ടനിലും തുലിപ്പ് ഗാർഡൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് UK ഏറ്റവും നല്ല തുലിപ്പ് ഗാർഡൻ ഇതാണെന്നാണ് കേട്ടാണ്. കാരണം ഇവിടെ ഭയങ്കര തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തുലിപ്സാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ കസിൻ ജസ്വിനും സാന്ദ്രയും ഉണ്ടായിരുന്നു. അവനും നല്ല പണിയിലായിരുന്നു. ഫോട്ടോസുകൾ എടുത്ത് കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഔട്ടിങ് ആയിരുന്നു. ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഞങ്ങൾ അവസാനം പരിപാടി കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയ ഒരു ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് 2 ബർഗറും ഒരു പിള്ളേർ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ പരിപാടി കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ കസിൻ്റെ വീട് അവിടെ പീറ്റർബറോയിലുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം അവിടെയാണ് രാത്രി ഞങ്ങൾ കൂടുന്നത്. എന്നിട്ട് ഞങ്ങളിന്ന് പ്രസ്റ്റണിലേക്ക് തിരിച്ചു പോകും. ജസ്വിനും സാന്ദ്രയും സ്റ്റോക്കിലാണ് താമസിക്കണത്, സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ. അപ്പോൾ അവർ ഇന്ന് ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെ തന്നെ അവർ തിരിച്ചു പോകും. അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഫോൺ നിറഞ്ഞു ഫോട്ടോസ് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ 2024 തുലിപ്സ് ഗാർഡൻ്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.